ചെന്നൈ നഗരത്തിന്റെ തിരക്കേറിയ ഒരു മേഖലയിൽ മറീന ബീച്ചിനടുത്തുള്ള ഒരു മൾട്ടി സ്റ്റോറി അപ്പാർട്ട്മെന്റിന്റെ 5-ാം നിലയിൽ താമരൈ 36 എന്ന യുവതി തന്റെ 8 വയസ്സുകാരി മകൾ മീനാക്ഷിയോടൊപ്പം ജീവിക്കുന്നു. താമരൈ ഒരു സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റാണ്. ജോലിയും കുടുംബവും കൈകാര്യം ചെയ്യുന്ന തിരക്കുള്ള ജീവിതം. അവളുടെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് കടലിന്റെ തിരമാലകളുടെ ശബ്ദവും നഗരത്തിന്റെ ഹോണുകളുടെ മുഴക്കവും കേൾക്കാം. എല്ലാ ദിവസവും രാവിലെ ജനലിലൂടെ സൂര്യപ്രകാശം അരിച്ചെത്തുമ്പോൾ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള മണിനാദവും പക്ഷികളുടെ കലപില ശബ്ദവും താമരയെ ഉണർത്തും. മീനാക്ഷി, എപ്പോഴും ചിരിയും കുസൃതിയും നിറഞ്ഞ കുട്ടി, അപ്പോഴേക്കും ഉണർന്ന് ഫ്ളാറ്റിന്റെ ചെറിയ ടെറസിൽ ഓടിക്കളിക്കാൻ തുടങ്ങും. ഒരു ശനിയാഴ്ച രാവിലെ താമരൈ വീട് വൃത്തിയാക്കാൻ തുടങ്ങി. വീട് ഒതുക്കമാക്കുന്നത് അവൾക്ക് മനസ്സിന് ശാന്തി നൽകുന്ന ഒരു ശീലമാണ്, അല്ലേ? മീനാക്ഷിയുടെ മുറിയിലെത്തിയപ്പോൾ കുട്ടി നിലത്ത് വലിച്ചെറിഞ്ഞ വസ്ത്രങ്ങൾ അവൾ പെറുക്കിയെടുത്തു. വാഷിംഗ് മെഷീനിലേക്ക് വസ്ത്രങ്ങൾ വേർതിരിക്കുമ്പോൾ മീനാക്ഷിയുടെ ഒരു ഫ്രോക്കിൽ ഒരു വിചിത്രമായ വെളുത്ത ദ്രാവകം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. താമരയുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ഇതെന്താണ്? അവൾ സ്വയം ചോദിച്ചു. ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല. ഡിറ്റർജന്റിന്റെ അവശിഷ്ടമോ, മീനാക്ഷി കഴിച്ച ഐസ്ക്രീമിന്റെ കറയോ ആണോ? പക്ഷേ അവൾ ആ വസ്ത്രം ശ്രദ്ധിച്ച് പരിശോധിച്ചപ്പോൾ അത് സാധാരണ കറയല്ലെന്ന് മനസ്സിലായി. ഒരു വല്ലാത്ത ഭയം അവളുടെ മനസ്സിൽ കയറി വന്നു. എന്തോ ശരിയല്ലെന്ന് അവൾക്ക് തോന്നിയല്ലേ? താമരൈ ശാന്തമാകാൻ ശ്രമിച്ചു. വെറുതെ വേണ്ട ചിന്തകൾ വരുത്തേണ്ട, അവൾ സ്വയം പറഞ്ഞു. പക്ഷേ ആ ദ്രാവകം അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അവൾ മറ്റു വീട്ടുജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷേ ഒരു അസ്വസ്ഥത അവളെ വിട്ടുപോയില്ല. ചെന്നൈയുടെ തിരക്കേറിയ നഗരശബ്ദങ്ങൾക്കിടയിലും അവളുടെ മനസ്സിൽ ഒരു ഭയാനകമായ രഹസ്യത്തിന്റെ നിഴൽ തങ്ങി നിന്നു. താമരയുടെ ജീവിതം എപ്പോഴും എളുപ്പമായിരുന്നില്ല. 5 വർഷം മുമ്പ് മീനാക്ഷിയുടെ അച്ഛനും താമരയുടെ ആദ്യ ഭർത്താവുമായ രാജേന്ദ്രനെ ഒരു ക്യാൻസർ രോഗം കാരണം അവൾക്ക് നഷ്ടമായി. ആ നഷ്ടം അവളെ തളർത്തിയെങ്കിലും മീനാക്ഷിയെ വളർത്താനുള്ള ഉത്തരവാദിത്തം അവളെ മുന്നോട്ട് നയിച്ചു. 2 വർഷം മുമ്പ് അവൾ വിഷ്ണുവിനെ 40 കണ്ടുമുട്ടി. വിഷ്ണു ഒരു IT കമ്പനിയിൽ മാനേജരാണ്. ദയാലുവും കുടുംബത്തോട് സ്നേഹമുള്ളവനുമായ ഒരാൾ. താമരയും വിഷ്ണുവും വിവാഹിതരായി. മീനാക്ഷിക്ക് ഒരു പുതിയ അച്ഛനെ ലഭിച്ചു. പക്ഷേ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. വിവാഹത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം താമരയുടെ അമ്മ സുധ ഒരു ഹൃദയാഘാതത്തിൽ മരിച്ചു. ആ ദുഃഖം താമരയുടെ കുടുംബത്തെ വീണ്ടും തകർത്തു. താമരയുടെ അച്ഛൻ മുരുകൻ 65 അമ്മയുടെ മരണശേഷം തനിച്ചായി. മുരുകൻ ഒരു കാലത്ത് ചിരിയും ഊർജവും നിറഞ്ഞ മനുഷ്യനായിരുന്നു. ചെന്നൈയിലെ അവന്റെ ചെറിയ വീട്ടിൽ കുടുംബ ഒത്തുചേരലുകളിൽ എപ്പോഴും കഥകൾ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കുമായിരുന്നു. പക്ഷേ സുധയുടെ മരണം അവനെ മാറ്റിമറിച്ചു. അവൻ വിഷാദത്തിലേക്ക് വീണു. മൗനിയായി ഒറ്റപ്പെട്ടു. അവന്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു ശൂന്യത. താമരൈ ശ്രദ്ധിച്ചു. എന്റെ അച്ഛനെ ഇങ്ങനെ തനിച്ചു വിടാൻ പറ്റില്ല, താമരൈ മനസ്സിലുറപ്പിച്ചു. അവൾ വിഷ്ണുവിനോട് കൂടിയാലോചിച്ച് മുരുകനെ അവരുടെ ഫ്ളാറ്റിലേക്ക് മാറ്റി. മീനാക്ഷിക്ക് അവന്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ? അച്ഛനും കുറച്ച് സന്തോഷം കിട്ടും, താമരൈ വിചാരിച്ചു. പക്ഷേ കാര്യങ്ങൾ അവൾ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല. മുരുകൻ മിക്കവാറും തന്റെ മുറിയിൽ തന്നെ കഴിഞ്ഞു. ഭക്ഷണം പോലും അവൻ ഒറ്റയ്ക്കാണ് കഴിച്ചത്. മീനാക്ഷിയോട് അവൻ സ്നേഹം കാണിച്ചെങ്കിലും അവന്റെ മുഖത്ത് എപ്പോഴും ഒരു വിഷാദത്തിന്റെ നിഴലുണ്ടായിരുന്നു. താമരൈ എത്ര ശ്രമിച്ചിട്ടും അവനെ ആ പഴയ ചിരിക്കുന്ന മുരുകനാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ ആ വെളുത്ത ദ്രാവകം താമരയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അവൾ വസ്ത്രം വീണ്ടും പരിശോധിച്ചു. അതിന്റെ ഗന്ധം മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും വ്യക്തമായില്ല. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഇതെന്തിന്റെ കറയാണ്? മീനാക്ഷിക്ക് എന്തെങ്കിലും അവൾ ഭയന്നു. വൈകുന്നേരം വിഷ്ണു ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ താമരൈ അവനോട് കാര്യം പറഞ്ഞു. നോക്ക്, മീനാക്ഷിയുടെ വസ്ത്രത്തിൽ ഇങ്ങനെയൊരു കറ, അവൾ വിറയലോടെ കാണിച്ചു. വിഷ്ണു ഒരു നിമിഷം വസ്ത്രം നോക്കി. പക്ഷേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, ഇതൊക്കെ മീനാക്ഷി കഴിച്ച ചോക്ലേറ്റോ ഐസ്ക്രീമോ ആയിരിക്കും. നീ വെറുതെ ടെൻഷനാകുന്നു. താമരയ്ക്ക് വിഷ്ണുവിന്റെ വാക്കുകൾ വിശ്വാസം വരുത്തിയില്ല. പക്ഷേ അവന്റെ ശാന്തമായ മുഖം കണ്ടപ്പോൾ അവൾ സ്വയം പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ വെറുതെ പേടിക്കുകയാണ്. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു സംശയത്തിന്റെ കനൽ കത്തിക്കൊണ്ടിരുന്നുവല്ലേ? അടുത്ത ദിവസങ്ങളിൽ താമരൈ മീനാക്ഷിയിൽ ചില മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. എപ്പോഴും ചിരിച്ചു ഓടി നടന്നിരുന്ന മീനാക്ഷി മൗനിയായി. ടെറസിൽ കളിക്കാതെ മുറിയിൽ തനിച്ചിരിക്കാൻ തുടങ്ങി. ഒരു ദിവസം താമരൈ മീനാക്ഷിയുടെ കഴുത്തിൽ ഒരു ചുവന്ന പാട് കണ്ടു. മോളെ, ഇതെന്താ? അവൾ ഭയത്തോടെ ചോദിച്ചു. മീനാക്ഷി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. താമരയുടെ ഹൃദയം വീണ്ടും വേഗത്തിൽ മിടിച്ചു. അവൾ വിഷ്ണുവിനോട് വീണ്ടും പറഞ്ഞു. പക്ഷേ അവൻ ഇത്തവണയും അതിനെ ഗൗനിച്ചില്ല. കുട്ടികൾ കളിക്കുമ്പോൾ ഇങ്ങനെ പാടുകൾ വരും, താമരൈ. നീ വെറുതെ വലുതാക്കേണ്ട, അവൻ പറഞ്ഞു.
പക്ഷേ താമരയ്ക്ക് ഇനി സമാധാനം നഷ്ടപ്പെട്ടിരുന്നു. ഒരു ദിവസം മീനാക്ഷിയുടെ മറ്റൊരു വസ്ത്രത്തിൽ വീണ്ടും ആ വെളുത്ത ദ്രാവകം അവൾ കണ്ടു. ഇത്തവണ അവളുടെ കൈകൾ വിറച്ചു. ഹൃദയം ഇടിമുഴക്കം പോലെ മിടിച്ചു. ഇതെന്താണ്? അവൾ ഭയത്തോടെ ചിന്തിച്ചു. അവൾ തീരുമാനിച്ചു, ഇനി മടിച്ചു നിൽക്കാൻ പറ്റില്ല, സത്യം കണ്ടെത്തണം. താമരൈ ആ വസ്ത്രം ഒരു പ്ലാസ്റ്റിക് കവറിലെടുത്ത് ചെന്നൈയിലെ ഒരു ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോയി. ഇതിന്റെ പരിശോധന എത്രയും പെട്ടെന്ന് വേണം, അവൾ ലാബ് ജീവനക്കാരോട് പറഞ്ഞു. അടുത്ത ദിവസം ഫലം വന്നപ്പോൾ താമരയുടെ ലോകം തകർന്നു. ആ ദ്രാവകം പുരുഷദ്രാവകമായിരുന്നു. അവൾക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. എന്റെ മീനാക്ഷിക്ക്, എന്റെ കുഞ്ഞിനിങ്ങനെ, അവൾ ഭയന്നു. അവൾ മീനാക്ഷിയുടെ ശരീരം ശ്രദ്ധിച്ചു പരിശോധിച്ചു. പക്ഷേ ശാരീരികമായി ഒരു പീഡനത്തിന്റെ ലക്ഷണങ്ങളും കണ്ടില്ല. ആ ദ്രാവകം വസ്ത്രത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആരാണ് ഇത് ചെയ്തത്? എന്തിനാണ്? താമരയുടെ മനസ്സിൽ ചോദ്യങ്ങൾ കൊടുങ്കാറ്റായി. അവൾ പോലീസിൽ പോകാൻ ആലോചിച്ചു. പക്ഷേ തെളിവുകളില്ലാതെ അവർ എന്തു ചെയ്യും? നമുക്ക് സ്വയം കണ്ടെത്താം, അവൾ തീരുമാനിച്ചു. താമരൈ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ആലോചിച്ചു. വീട്ടിൽ ആരൊക്കെ വരാറുണ്ട്? വിഷ്ണു, മുരുകൻ, ചിലപ്പോൾ മീനാക്ഷിയുടെ സ്കൂൾ സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ, ഡെലിവറി ബോയ്സ്. പക്ഷേ മീനാക്ഷിയെ ഒറ്റയ്ക്ക് കിട്ടുന്ന അവസരം ആർക്കാണ്? അവളുടെ മനസ്സിൽ 2 പേര് മാത്രം. വിഷ്ണു, അവളുടെ ഭർത്താവ്; മുരുകൻ, അവളുടെ അച്ഛൻ. ഇല്ല, ഇത് അവർ ആകാൻ പറ്റില്ല, അവൾ സ്വയം പറഞ്ഞു. പക്ഷേ സംശയം ഒരു വിഷം പോലെ അവളെ കാർന്നു തിന്നു. അവൾ മീനാക്ഷിയോട് സൗമ്യമായി സംസാരിക്കാൻ ശ്രമിച്ചു. മോളെ, ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും? പക്ഷേ മീനാക്ഷി ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുകൾ ശൂന്യമായിരുന്നു. താമരയുടെ ഹൃദയം തകർന്നു. എന്റെ കുഞ്ഞിനെ ആരോ ഭയപ്പെടുത്തുന്നുണ്ട്, അവൾ ഉറപ്പിച്ചു. ഒരു രാത്രി താമര മീനാക്ഷിയുടെ മുറിയിൽ ഒരു മൊബൈൽ ഫോൺ ഒളിപ്പിച്ചുവെച്ചു, വീഡിയോ റെക്കോർഡിംഗ് ഓൺ ചെയ്ത്. നമുക്ക് നോക്കാം ആര് വരുന്നുണ്ടെന്ന് അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസങ്ങളിൽ അവൾ എല്ലാ രാവിലെയും ഫോൺ പരിശോധിച്ചു. പക്ഷേ ഒന്നും കണ്ടില്ല. പക്ഷേ ഒരു രാത്രി മീനാക്ഷിയുടെ മുറിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് താമര ഞെട്ടിയുണർന്നു. വിഷ്ണു അപ്പോൾ ആഴ്ന്ന ഉറക്കത്തിലായിരുന്നു. താമര മുറിയിലേക്ക് ഓട്ടി. അവിടെ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചവും. മുരുകൻ മീനാക്ഷിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അച്ഛാ, ഈ രാത്രിയിൽ ഇവിടെ എന്താണ്? താമര ദേഷ്യത്തോടെ ചോദിച്ചു. മുരുകന്റെ മുഖം വിളറി. മീനാക്ഷി, അവൾ കരയുന്നത് കേട്ടു. ഞാൻ വന്ന് ആശ്വസിപ്പിച്ചു, അവൻ വിക്കി പറഞ്ഞു. പക്ഷേ താമരയുടെ കണ്ണുകൾ മുരുകന്റെ പാൻസിൽ ഒരു നനവ് കണ്ടു. ഇതെന്താണ് അച്ഛാ? അവൾ അലറി. മുരുകൻ ഭയന്നു പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ താമരയുടെ മനസ്സിലെല്ലാം തകർന്നു. എന്റെ അച്ഛൻ, എന്റെ മീനാക്ഷിയെ. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ വിഷ്ണുവിനെ ഉണർത്തി എല്ലാം പറഞ്ഞു. വിഷ്ണു ദേഷ്യത്തിൽ അലറി. ഇതെല്ലാം മുരുകൻ വന്നതിന് ശേഷമല്ലേ തുടങ്ങിയത്? അവനാണ് ഇതിനു പിന്നിൽ. വിഷ്ണു മുരുകനെ കുറ്റപ്പെടുത്തി. താമരയുടെ മനസ്സും അതിനോട് യോജിച്ചു. അടുത്ത ദിവസം താമര മുരുകന്റെ മുറിയിൽ തിരച്ചിൽ നടത്തി. അവിടെ മുരുകന്റെ സാധനങ്ങൾക്കിടയിൽ മീനാക്ഷിയുടെ ഒരു വസ്ത്രം അവൾ കണ്ടെത്തി. ഇതെന്താണ്? അവളുടെ ഹൃദയം തകർന്നു. എന്റെ അച്ഛൻ, എന്റെ കുഞ്ഞിനോട്, അവൾ കരുതി. ആ രാത്രി വീണ്ടും മീനാക്ഷിയുടെ മുറിയിൽ നിന്ന് ശബ്ദം കേട്ടു. താമര ഓടിച്ചെന്നപ്പോൾ മുരുകൻ വീണ്ടും അവിടെ. അവൾ അവനെ പിടിച്ചു. സത്യം പറ, എന്റെ മോളോട് നീ എന്താണ് ചെയ്തത്? മുരുകൻ ഭയന്നു പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല. മീനാക്ഷി കരഞ്ഞപ്പോൾ ഞാൻ. താമരയ്ക്ക് ഇനി ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അവൾ പോലീസിനെ വിളിച്ചു. വിഷ്ണു ഉണർന്ന് മുരുകനെ കുറ്റപ്പെടുത്തി അവനെ കെട്ടിയിട്ടു. പോലീസ് എത്തി മുരുകനെ കസ്റ്റഡിയിലെടുത്തു. പക്ഷെ താമര മീനാക്ഷിയുടെ മുറിയിലേക്ക് ഫോൺ എടുത്ത് റെക്കോർഡിംഗ് പരിശോധിച്ചു. അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. വീഡിയോയിൽ ഒരു പുരുഷൻ മീനാക്ഷിയുടെ മുറിയിൽ വന്ന് അവളുടെ വസ്ത്രത്തിൽ ആ ദ്രാവകം വെക്കുന്നു. അവൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഒരു നിമിഷം കഴിഞ്ഞ് മുരുകൻ വന്നു മീനാക്ഷിയെ ആശ്വസിപ്പിക്കുന്നു. അവൻ അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ വസ്ത്രത്തിലെ ദ്രാവകം അവന്റെ പാൻസിൽ പറ്റി. വെളിച്ചം അവന്റെ മുഖം കാണിച്ചപ്പോൾ താമര ഞെട്ടി. അത് വിഷ്ണുവായിരുന്നു, മുരുകനല്ല. താമരയലറി. പോലീസേ, തെറ്റുപറ്റി, കുറ്റവാളി വിഷ്ണുവാണ്. പോലീസ് വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തു. വീഡിയോ തെളിവായി കാണിച്ചപ്പോൾ വിഷ്ണു എല്ലാം സമ്മതിച്ചു. മുരുകനെ പോലീസ് വിട്ടയച്ചു. താമര മുരുകനോട് കരഞ്ഞുകൊണ്ട് മാപ്പു പറഞ്ഞു. അച്ഛാ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. മുരുകൻ താമരയെയും മീനാക്ഷിയെയും കെട്ടിപ്പിടിച്ചു. നിന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു, അവൻ പറഞ്ഞു. ഇപ്പോൾ താമരൈ, മീനാക്ഷി, മുരുകൻ ഒരുമിച്ച് ചെന്നൈയിലെ ആ ഫ്ളാറ്റിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. മുരുകന്റെ മുഖത്ത് വീണ്ടും ചിരി വിരിഞ്ഞു. മീനാക്ഷി വീണ്ടും പഴയ കുസൃതിക്കുട്ടിയായി. അവർ ഒരുമിച്ച് മറീന ബീച്ചിൽ നടക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, ചിരിക്കുന്നു.